കഴിഞ്ഞ വീഡിയോയിൽ പോൾ ബ്രണ്ടന്റെ യോഗി ബ്രഹ്മയുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. ഈ വീഡിയോയിൽ ആ കൂടിക്കാഴ്ച കൂടുതൽ ആഴത്തിലേക്ക് പോകുന്നത് കാണാം. നമുക്ക് പുസ്തകത്തിലേക്ക് പോകാം. ഒരു ദിവസം യോഗി ബ്രഹ്മ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് എന്നെ ക്ഷണിച്ചു. അദ്ദേഹം പറഞ്ഞത് വീട്ടിനുള്ളിൽ താമസിക്കാറില്ലെന്നും പിന്നാമ്പുറത്തെ തോട്ടത്തിൽ തന്നെ ഒരു കുടിൽ പണിഞ്ഞ് അവിടെ കഴിയുന്നുവെന്നുമാണ്. അതിലൂടെ തന്റെ സ്വാതന്ത്ര്യവും ഏകാന്തതയും സംരക്ഷിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് വലിയ കൗതുകം തോന്നി. അടുത്ത ദിവസം വൈകുന്നേരം തന്നെ ഞാൻ അദ്ദേഹത്തെ സന്ദർശിക്കാൻ തീരുമാനിച്ചു. വെളുത്ത ചുണ്ണാമ്പ് പൂശിയ പഴയ കെട്ടിടം പുറത്തുനിന്ന് കാണുമ്പോൾ യൂറോപ്യൻ മധ്യകാല വീടുകളെ ഓർമ്മിപ്പിച്ചു. വലിയ മരവാതിൽ തുറന്നപ്പോൾ വീടിന്റെ അകത്ത് മുഴങ്ങുന്ന ശബ്ദം ഒരു വിചിത്രമായ അനുഭവം നൽകി. വാതിൽ തുറന്ന ഉടൻ തന്നെ ഒരു പ്രായമായ സ്ത്രീ പ്രത്യക്ഷപ്പെട്ടു. മാതൃസ്നേഹമുള്ള പുഞ്ചിരിയോടെ അവർ എന്നെ വരവേറ്റു. നീണ്ട ഇരുണ്ട നടപ്പാതയിലൂടെ അവർ എന്നെ പിന്നാമ്പുറത്തേക്ക് കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോൾ ആദ്യം എന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയത് ഒരു വലിയ അശ്വത്ഥമരമായിരുന്നു. അതിന്റെ നിഴലിൽ ഒരു പഴയ കിണറുമുണ്ടായിരുന്നു. കിണറിനടുത്തായി മുളയും പുല്ലും ഉപയോഗിച്ച് നിർമ്മിച്ച ലളിതമായ ഒരു കുടിൽ. ആ അമ്മ ആവേശത്തോടെ തമിഴിൽ എന്തോ വിളിച്ചു. കുടിലിനുള്ളിൽ നിന്ന് സംഗീതമയമായ ശബ്ദം കേട്ടു. വാതിൽ തുറന്ന് യോഗി പുറത്തു വന്നു. അദ്ദേഹം സ്നേഹത്തോടെ എന്നെ അകത്ത് ക്ഷണിച്ചു. അകത്ത് വളരെ ലളിതമായ സൗകര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മതിലിനരികിൽ ഒരു ചെറു ദിവാൻ, ഒരു മരപീഠം, അതിന്മേൽ ചില രേഖകൾ. മേൽക്കൂരയിൽ നിന്ന് തൂങ്ങിയ ഒരു വലിയ പിത്തളക്കുടം. നിലത്ത് പായ വിരിച്ചിരിക്കുന്നു. കസേരയില്ല, നിലത്തിരിക്കുക എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഞാനും അദ്ദേഹവും എന്റെ കൂടെ വന്ന വിദ്യാർത്ഥിയും നിലത്തിരുന്ന് സംസാരിച്ചു. കുറച്ചു കഴിഞ്ഞ് ആ വയോധിക സ്ത്രീ ചായയും പലഹാരങ്ങളും കൊണ്ടുവന്നു. അതിനു മുമ്പ് ബ്രഹ്മ എന്റെ കഴുത്തിൽ മഞ്ഞ നിറമുള്ള ചെണ്ടുമാല അണിയിച്ചു. ഞാനതിൽ വിസ്മയപ്പെട്ടു. ഇത്തരത്തിലുള്ള ആദരവുകൾ സാധാരണ മഹാന്മാർക്ക് മാത്രമാണെന്ന് ഞാൻ കരുതിയിരുന്നു. അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്റെ വീട്ടിലെത്തിയ ആദ്യ യൂറോപ്യൻ സുഹൃത്താണ്. ഈ സന്തോഷം പ്രകടിപ്പിക്കാൻ ഇതൊരു ചെറിയ സമ്മാനമാണ്. ഞങ്ങൾ ചായ കുടിച്ചു, പഴങ്ങൾ കഴിച്ചു, സൗഹൃദപരമായ സംഭാഷണം നടത്തി. അദ്ദേഹം സ്വന്തം കൈകൊണ്ട് കുടിലും ഫർണിച്ചറും നിർമ്മിച്ചതായി പറഞ്ഞു. മരപ്പീഠത്തിലിരുന്ന രേഖകൾ എന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. അവ പിങ്ക് നിറമുള്ള പേപ്പറുകളിലും പച്ച മഷിയിലുമായിരുന്നു. അവ തമിഴിൽ എഴുതിയതാണെന്ന് മനസ്സിലായി. എന്നാൽ അത് പുരാതന രൂപത്തിലുള്ള തമിഴായിരുന്നു. ഇന്ന് കുറച്ചാളുകൾക്ക് മാത്രമേ അത് മനസ്സിലാകൂ. അവ പുരാതന തമിഴ് തത്വചിന്തയും സാഹിത്യവും ഉൾക്കൊള്ളുന്ന ഗ്രന്ഥങ്ങളാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്നത്തെ ഭാഷയിൽ നിന്ന് വളരെ വ്യത്യസ്തമായതിനാൽ അതിന്റെ അർത്ഥം ഗ്രഹിക്കാൻ വലിയ പരിശ്രമം ആവശ്യമാണെന്നും വ്യക്തമാക്കി. ഈ സന്ദർശനം എന്റെ ആത്മീയ യാത്രയിൽ പുതിയൊരധ്യായം തുറന്നു. യോഗത്തിന്റെ ആഴം വെറും വ്യായാമമല്ലെന്നും മറിച്ചൊരു പുരാതന ജ്ഞാനപരമ്പരയാണെന്നും ഞാൻ കൂടുതൽ വ്യക്തമായി തിരിച്ചറിഞ്ഞു. യോഗി ബ്രഹ്മ തന്റെ മുന്നിലുള്ള രേഖകളിലേക്ക് കൈ ചൂണ്ടിക്കാട്ടി പറഞ്ഞു, ഇവയിൽ പലതും ഞാൻ രാത്രി സമയങ്ങളിൽ എഴുതുന്നതാണ്. ചിലത് എൻ്റെ യോഗാനുഭവങ്ങളെക്കുറിച്ചുള്ള കവിതകളാണ്. ചിലത് എൻ്റെ ആത്മീയ വിശ്വാസങ്ങളും ദൈവാനുഭവങ്ങളും പ്രകടിപ്പിക്കുന്ന ദീർഘമായ കാവ്യങ്ങളുമാണ്. എൻ്റെ ശിഷ്യന്മാരായി വിളിക്കുന്ന ചില യുവാക്കൾ ഇവിടെയെത്തി ഇവ ശബ്ദത്തോടെ വായിക്കാറുണ്ട്. അദ്ദേഹം മനോഹരമായി തയ്യാറാക്കിയ ഒരു രേഖയെടുത്തു. പിങ്ക് നിറത്തിലുള്ള പേപ്പറുകളിൽ ചുവപ്പും പച്ചയും നിറമുള്ള മഷിയാൽ എഴുതിയതും പച്ച നിറത്തിലുള്ള ഒരു നൂലാൽ കെട്ടിയതുമായിരുന്നു അത്. അദ്ദേഹം അതെന്നെ നൽകി പറഞ്ഞു, ഇത് ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്കായി എഴുതിയതാണ്. അത് 84 വരികളുള്ള ഒരു കവിതയാണെന്ന് വിവർത്തകൻ പറഞ്ഞു. എന്റെ പേരോടെ ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും അതിന്റെ മുഴുവൻ അർത്ഥം മനസ്സിലാക്കാൻ അവനാകില്ലായിരുന്നു. കാരണം അത് പുരാതനവും വളരെ ഉന്നതവുമായ തമിഴിൽ എഴുതിയതായിരുന്നു. എങ്കിലും ഈ സമ്മാനം എന്നെ ഏറെ സന്തോഷിപ്പിച്ചു. അത് യോഗിയുടെ സ്നേഹവും സൗഹൃദവും പ്രകടിപ്പിക്കുന്നതായിരുന്നു. അതിനുശേഷം എല്ലാവരും പോയതോടെ ഞങ്ങൾ ഗൗരവമായ സംഭാഷണത്തിലേക്ക് കടന്നു. എനിക്കേറെ കൗതുകമുണ്ടായിരുന്ന ഒരു വിഷയത്തിലേക്ക് ഞാൻ വീണ്ടും തിരിഞ്ഞു. ശ്വാസനിയന്ത്രണം അഥവാ പ്രാണായാമം. ബ്രഹ്മ പറഞ്ഞു, ഇപ്പോൾ കൂടുതൽ പരിശീലനങ്ങൾ കാണിക്കാൻ കഴിയില്ല, പക്ഷേ അതിൻ്റെ തത്വങ്ങളെക്കുറിച്ച് കുറച്ച് പറയാം. അദ്ദേഹം വിശദീകരിച്ചു. പ്രകൃതി ഓരോ മനുഷ്യനും ഒരു ദിവസം ഉപയോഗിക്കേണ്ട ശ്വാസങ്ങളുടെ എണ്ണം നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ കൂടുതലായി വേഗത്തിലും അശാന്തമായും ശ്വസിച്ചാൽ ആയുസ്സ് കുറയും. എന്നാൽ ശാന്തവും ആഴമുള്ളതുമായ ശ്വാസം ജീവിതം ദീർഘമാക്കും.
ശ്വാസത്തെ നിയന്ത്രിക്കുന്നത് ജീവിതത്തെ നിയന്ത്രിക്കുന്നതിന് തുല്യമാണ്. ഈ വാക്കുകൾ എന്നെ ആഴത്തിൽ ആലോചിപ്പിച്ചു. ഇത്തരം രഹസ്യജ്ഞാനം എന്തുകൊണ്ടാണ് മറച്ചുവയ്ക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങി. അത് തയ്യാറായവർക്കും യോഗ്യതയുള്ളവർക്കും മാത്രമാണ് നൽകിയിരുന്നത്. ബ്രഹ്മ വീണ്ടും സംസാരിച്ചു. ശ്വാസം രക്തത്തോടും മനസ്സിനോടും ആത്മാവിനോടും അടുത്ത ബന്ധം പുലർത്തുന്നു. ശ്വാസം നിയന്ത്രിച്ചാൽ മനസ്സും നിയന്ത്രിക്കാം. ശ്വാസം ദേഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സൂക്ഷ്മ ശക്തിയുടെ പ്രകടനമാണ്. ആ ശക്തി ശരീരത്തെ നിലനിർത്തുന്നു. അത് വിട്ടുപോകുമ്പോൾ ജീവനും അവസാനിക്കുന്നു. അദ്ദേഹം തുടർന്നു. യോഗയിലൂടെ ഈ ശക്തിയെ നിയന്ത്രിക്കാൻ കഴിയും. അതിലൂടെ ശരീരത്തിലെ അവയവങ്ങളും നിയന്ത്രണത്തിലാക്കാം. ഞാൻ ആശ്ചര്യത്തോടെ ചോദിച്ചു, നിങ്ങളുടെ ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുമോ? ബ്രഹ്മ പറഞ്ഞു, എന്റെ സ്വയം പ്രവർത്തിക്കുന്ന അവയവങ്ങളായ ഹൃദയം, ആമാശയം, വൃക്ക എന്നിവ ഒരു പരിധിവരെ അനുസരണത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അദ്ദേഹം നിശബ്ദനായി. ഒരു പൊങ്ങച്ചവുമില്ലാതെ ഉത്തരം നൽകുന്നു. ഞാൻ ചോദിച്ചു, നിങ്ങളതെങ്ങനെ ചെയ്യും? എന്നോട് അദ്ദേഹം പറഞ്ഞു, എന്റെ നെഞ്ചിൽ കൈവയ്ക്കൂ. ഞാൻ അനുസരിച്ചു. അദ്ദേഹം കണ്ണുകൾ അടച്ച് ധ്യാനത്തിലേർപ്പെട്ടു. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ഹൃദയമിടിപ്പ് ക്രമേണ കുറയുന്നതായി ഞാൻ വ്യക്തമായി അനുഭവിച്ചു. അത് പതുക്കെ കുറഞ്ഞു. അവസാനം പൂർണ്ണമായും നിന്നു. ഏകദേശം 7 സെക്കൻഡോളം ഹൃദയം പ്രവർത്തിച്ചില്ല. എനിക്ക് ആശ്ചര്യവും ഭയവും തോന്നി. ശേഷം ഹൃദയമിടിപ്പ് വീണ്ടും തുടങ്ങി. ഞാൻ അതിശയത്തോടെ അദ്ദേഹത്തെ നോക്കി. ഹൃദയം നിർത്തിയത് നിങ്ങൾ അനുഭവിച്ചോ? അദ്ദേഹം ചോദിച്ചു. അതെ, വ്യക്തമായി, ഞാൻ മറുപടി നൽകി. അദ്ദേഹം പറഞ്ഞു, ഇതൊന്നുമല്ല. എന്റെ ഗുരുവിന് ഇതിലും അതിശയകരമായ കഴിവുകളുണ്ട്. രക്തപ്രവാഹം പോലും നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് കഴിയും. ഞാൻ വീണ്ടും ചോദിച്ചു, നിങ്ങൾക്കത് കാണിക്കാമോ? അദ്ദേഹം എന്റെ കൈ പിടിക്കാൻ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന്റെ നാഡി പരിശോധിച്ചു. ചില നിമിഷങ്ങൾക്കകം നാഡിയുടെ സ്പന്ദനം പതുക്കെ കുറഞ്ഞു. അതൊടുവിൽ പൂർണ്ണമായും നിന്നു. ഈ അനുഭവം എന്റെ ആത്മീയ അന്വേഷണത്തെ പുതിയ ദിശയിലേക്ക് നയിച്ചു. യോഗം വെറും വ്യായാമമല്ല, അത് മനുഷ്യശേഷിയുടെ മറഞ്ഞിരിക്കുന്ന ലോകത്തേക്കുള്ള വാതിൽ തന്നെയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഞാൻ അതീവ ആശങ്കയോടെ അദ്ദേഹത്തിന്റെ നാഡിയിൽ വീണ്ടും രക്തപ്രവാഹം ആരംഭിക്കുമോ എന്ന് കാത്തിരുന്നു. 1 മിനിറ്റ് കടന്നു. ഒന്നും സംഭവിച്ചില്ല. 2-ാം മിനിറ്റും നിശബ്ദമായി കഴിഞ്ഞു. ഓരോ സെക്കൻഡും എനിക്ക് ദൈർഘ്യമേറിയതുപോലെ തോന്നി. 3-ാം മിനിറ്റും മാറ്റമില്ലാതെ കടന്നു. 4-ാം മിനിറ്റിന്റെ നടുവിൽ മാത്രമാണ് ഞാനൊരു ചെറിയ ചലനം തിരിച്ചറിഞ്ഞത്. നാഡിയുടെ സ്പന്ദനം പതുക്കെ തിരിച്ചു വന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ അത് സാധാരണ നിലയിലായി. ഇതെത്ര അത്ഭുതകരമാണ്, ഞാൻ ആശ്ചര്യത്തോടെ പറഞ്ഞു. ഇതൊന്നും വലിയ കാര്യമല്ല, അദ്ദേഹം വിനയത്തോടെ മറുപടി നൽകി. ഇന്ന് ഞാൻ അസാധാരണമായ കാര്യങ്ങൾ കണ്ടു. മറ്റൊന്ന് കാണിക്കാമോ? ഞാൻ ചോദിച്ചു. ബ്രഹ്മ കുറച്ചുനേരം ചിന്തിച്ചു. ഒന്നു മാത്രം, അതിനുശേഷം നിങ്ങൾ തൃപ്തരാകണം, അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ശാന്തമായി നിലത്തു നോക്കി പറഞ്ഞു, ഇപ്പോൾ ഞാൻ ശ്വാസം നിർത്തും. ഞാൻ ഞെട്ടി. അങ്ങനെ ചെയ്താൽ നിങ്ങൾ മരിക്കില്ലേ? അദ്ദേഹം ചിരിച്ചു. മറുപടിയൊന്നും പറഞ്ഞില്ല. എന്റെ മൂക്കിനു താഴെ നിങ്ങളുടെ കൈവയ്ക്കൂ, അദ്ദേഹം പറഞ്ഞു. ഞാൻ അനുസരിച്ചു. അദ്ദേഹത്തിന്റെ ശ്വാസത്തിന്റെ ചൂട് എന്റെ കൈയിൽ പതിയുകയായിരുന്നു. അദ്ദേഹം കണ്ണുകളടച്ചു. ശരീരം പൂർണ്ണമായും നിശ്ചലമായി. അദ്ദേഹം ഒരു ഗാഢമായ ധ്യാനാവസ്ഥയിൽ പ്രവേശിച്ചതുപോലെ തോന്നി. കുറച്ചു സമയത്തിനു ശേഷം ശ്വാസത്തിന്റെ സ്പർശം കുറയാൻ തുടങ്ങി. അത് പതുക്കെ പതുക്കെ അവസാനം പൂർണ്ണമായും ഇല്ലാതായി. ഞാൻ അദ്ദേഹത്തിന്റെ മൂക്കും അധരവും ശ്രദ്ധിച്ചു. ചെസ്റ്റിന്റെ ചലനം നോക്കി. എവിടെയും ശ്വാസത്തിന്റെ ഒരടയാളവും കാണാനായില്ല. ഇതുറപ്പാക്കാൻ ഞാൻ മറ്റൊരു മാർഗം അന്വേഷിച്ചു. മുറിയിൽ കണ്ണാടിയില്ലായിരുന്നു. അതിനു പകരം ഒരു തിളക്കമുള്ള പിത്തള പാത്രമെടുത്തു. അത് അദ്ദേഹത്തിന്റെ മൂക്കിനും വായ്ക്കും മുന്നിൽ പിടിച്ചു. പാത്രത്തിന്റെ മേൽ ഒരു മങ്ങലോ ഈർപ്പമോ പോലും കാണാനായില്ല. അതെ, അദ്ദേഹം തീർച്ചയായും ശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. ഈ ശാന്തമായ വീട്ടിൽ
സാധാരണ ജീവിതത്തിന്റെ നടുവിൽ ഞാൻ അതീവ ഗൗരവമുള്ള ഒരു സത്യത്തോട് നേരിട്ട് മുഖാമുഖം കണ്ടു. ഒരു ദിവസം പാശ്ചാത്യ ശാസ്ത്രം പോലും അംഗീകരിക്കേണ്ടി വരുന്ന ഒരു രഹസ്യശക്തിയെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. യോഗ വെറും കഥയോ അന്ധവിശ്വാസമോ അല്ലെന്നത് ഇപ്പോൾ വ്യക്തമായി തോന്നി. കുറച്ചു സമയം കഴിഞ്ഞ് ബ്രഹ്മ ധ്യാനാവസ്ഥയിൽ നിന്ന് പുറത്തുവന്നു. അദ്ദേഹം അല്പം ക്ഷീണിതനായി തോന്നി. നിങ്ങളിപ്പോൾ തൃപ്തനാണോ? അദ്ദേഹം ചോദിച്ചു. അതിലേറെ, ഞാൻ മറുപടി നൽകി. എങ്കിലും ഇതെങ്ങനെ സാധ്യമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് വിശദീകരിക്കാൻ എനിക്ക് അനുവാദമില്ല, അദ്ദേഹം പറഞ്ഞു. ശ്വാസനിയന്ത്രണം യോഗയിലെ ഉയർന്ന നിലകളിൽ പഠിപ്പിക്കുന്നതാണ്. പാശ്ചാത്യർക്കിത് വിചിത്രമെന്ന് തോന്നാം, പക്ഷെ ഞങ്ങൾക്കതിന് വലിയ പ്രാധാന്യമുണ്ട്. ഞാൻ ചോദിച്ചു. മനുഷ്യൻ ശ്വാസമില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്നതാണ് ഞങ്ങളുടെ ധാരണ. അത് തെറ്റാണോ? ബ്രഹ്മ ശാന്തമായി പറഞ്ഞു. തെറ്റല്ല, പക്ഷെ അത് പൂർണ്ണ സത്യമല്ല. ഞാൻ 2 മണിക്കൂർ വരെ ശ്വാസം നിർത്തിയിട്ടുണ്ട്, പലവട്ടം. ഞാൻ ഇപ്പോഴും ജീവനോടെയുണ്ട്. എനിക്ക് കൂടുതൽ കൗതുകമായി. അതിന്റെ പിന്നിലെ സിദ്ധാന്തം കുറച്ചെങ്കിലും വിശദീകരിക്കാമോ? അദ്ദേഹം പറഞ്ഞു. പ്രകൃതിയിൽ നിന്ന് നമുക്ക് പഠിക്കാം. ഒരാന വളരെ മന്ദഗതിയിൽ ശ്വസിക്കുന്നു, പക്ഷേ അതിന് ദീർഘായുസ്സുണ്ട്. ഒരു കുരങ്ങ് വേഗത്തിൽ ശ്വസിക്കുന്നു, അതിൻ്റെ ആയുസ് കുറവാണ്. ചില വലിയ പാമ്പുകൾ വളരെ മന്ദഗതിയിൽ ശ്വസിക്കുന്നു, അവ ദീർഘകാലം ജീവിക്കുന്നു. ഹിമാലയത്തിൽ ചില വവ്വാലുകൾ ശീതകാലത്ത് ദീർഘനിദ്രയിൽ പ്രവേശിക്കുന്നു, അവ പല ആഴ്ചകളും ശ്വാസമില്ലാതെ തൂങ്ങി നിൽക്കുന്നു. ചില കരടികളും ശീതകാലത്ത് ദീർഘനിദ്രയിൽ പ്രവേശിക്കുന്നു, അവയുടെ ശരീരം ജീവനില്ലാത്തതുപോലെ തോന്നും. ചില മൃഗങ്ങൾ മാസങ്ങളോളം ശ്വാസമില്ലാതെ ഉറങ്ങുന്നു. ഇങ്ങനെ ജീവികൾക്ക് കഴിയുന്നെങ്കിൽ മനുഷ്യർക്കും അതിനുള്ള സാധ്യതയില്ലേ? അദ്ദേഹത്തിന്റെ വാദങ്ങൾ ആകർഷകമായിരുന്നെങ്കിലും അദ്ദേഹം നടത്തിയ പ്രകടനം അതിലും ശക്തമായിരുന്നു. മനുഷ്യജീവിതത്തിന് ശ്വാസം അനിവാര്യമാണെന്ന എന്റെ പഴയ വിശ്വാസം അന്ന് തന്നെ മാറിയില്ല. എന്നാൽ അത് ചിന്തിക്കാൻ ഒരു പുതിയ വാതിൽ തുറന്നു. ശ്വാസമില്ലാതെ ശരീരത്തിൽ ജീവൻ തുടരാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് പാശ്ചാത്യർക്ക് വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, ഞാൻ പറഞ്ഞു. ബ്രഹ്മ ഒരു രഹസ്യപൂർണമായ ശാന്തതയോടെ മറുപടി നൽകി. ജീവിതം എപ്പോഴും തുടരുന്നു. മരണം ശരീരത്തിന്റെ ഒരു ശീലം മാത്രമാണ്. ഈ വാക്കുകൾ എന്നെ ഞെട്ടിച്ചു. അതായത്, നിങ്ങൾ പറയുന്നത് മരണം ജയിക്കാനാവുമെന്നാണോ? ഞാൻ അവിശ്വാസത്തോടെ ചോദിച്ചു. ബ്രഹ്മ എന്റെ മുഖത്തേക്ക് നോക്കി. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഒരു വിചിത്രമായ ഗൗരവമുണ്ടായിരുന്നു. എന്തുകൊണ്ട് കഴിയില്ല? അദ്ദേഹം ശാന്തമായി ചോദിച്ചു. അല്പസമയം നിശബ്ദത നിറഞ്ഞു. അദ്ദേഹം വീണ്ടും പറഞ്ഞു. താങ്കൾക്കുള്ളിലെ സാധ്യതകൾ കാരണം ഞാൻ ഒരു പുരാതന രഹസ്യം പറയാം. പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്. എന്തു വ്യവസ്ഥ? ഞാൻ പഠിപ്പിക്കുന്നതുവരെ താങ്കൾ സ്വമേധയാ ശ്വാസാഭ്യാസങ്ങൾ പരീക്ഷിക്കരുത്. ഞാൻ സമ്മതിച്ചു. അദ്ദേഹം തുടർന്നു. താങ്കൾ ഇതുവരെ വിശ്വസിച്ചതെന്താണ്? ശ്വാസം നിർത്തിയാൽ ജീവൻ അവസാനിക്കും, അല്ലേ? അതെ. അപ്പോൾ മറ്റൊരു കാര്യവും ചിന്തിക്കൂ. ശ്വാസം ശരീരത്തിനുള്ളിൽ പൂർണ്ണമായി പിടിച്ചു നിർത്താൻ കഴിയുന്നെങ്കിൽ ജീവശക്തിയും അതിനൊപ്പം നിലനിൽക്കുമെന്ന് വിശ്വസിക്കാനാകില്ലേ? ഞാൻ കുറച്ചാലോചിച്ചിട്ട് പറഞ്ഞു. ഒരളവ് വരെ. ഞങ്ങൾ പറയുന്നതും അത്ര തന്നെ. ശ്വാസത്തെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിയുന്ന യോഗിക്ക് തന്റെ ജീവശക്തിയെയും നിയന്ത്രിക്കാൻ കഴിയും. അദ്ദേഹം ഒരു ഉദാഹരണം നൽകി. ഒരു യോഗി ശ്വാസം കുറച്ചു മിനിറ്റുകൾക്കല്ല, ആഴ്ചകളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം നിയന്ത്രിച്ച് നിലനിർത്താൻ കഴിവുള്ളവനാണെന്ന് ചിന്തിച്ചാൽ, അങ്ങനെ ജീവൻ നീട്ടാനുള്ള സാധ്യത മനുഷ്യനിൽ തുറക്കപ്പെടുന്നില്ലേ? ഞാൻ മിണ്ടാതെയായി. ഇത് തള്ളിക്കളയാൻ എളുപ്പമല്ല, പക്ഷേ അംഗീകരിക്കാനും എളുപ്പമല്ല. ഇത് യൂറോപ്പിലെ മധ്യകാല അൽക്കെമിസ്റ്റുകളുടെ അമൃതം തേടിയ സ്വപ്നങ്ങളെ ഓർമ്മിപ്പിച്ചു. എന്നാൽ ബ്രഹ്മ എന്നെ വഞ്ചിക്കാനൊന്നും ശ്രമിക്കുന്നില്ലെന്ന് തോന്നി. അദ്ദേഹം ശിഷ്യരെ തേടുന്നവനുമല്ല. ഒരു നിമിഷം ഒരു ഭയം എന്നെ പിടിച്ചു. അദ്ദേഹം തെറ്റിദ്ധരിച്ചവനാണോ, അല്ലെങ്കിൽ സത്യം പറഞ്ഞവനോ? അദ്ദേഹം വീണ്ടും സംസാരിച്ചു. ഞാനൊരു കഥ പറയാം. ഒരു ഫക്കീർ ഒരിക്കൽ
ജീവനോടെ കുഴിച്ചിടപ്പെട്ടു. അത് ഒരു രാജാവിന്റെ സാന്നിധ്യത്തിൽ നടന്നു. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരും അവിടെയുണ്ടായിരുന്നു. ആ ഫക്കീറിനെ കുഴിച്ചിട കല്ലറയ്ക്ക് സൈനികർ കാവൽ നിന്നു. ആഴ്ചകൾക്ക് ശേഷം കുഴി തുറന്നപ്പോൾ ഫക്കീർ ജീവനോടെ പുറത്തുവന്നു. ബ്രഹ്മ പറഞ്ഞു, ഫക്കീർ ശ്വാസം പൂർണ്ണമായി നിയന്ത്രിക്കാൻ പഠിച്ചവനായിരുന്നു. എന്നാൽ അദ്ദേഹം വലിയ യോഗി പോലുമായിരുന്നില്ല. അതുകൊണ്ട് യഥാർത്ഥ യോഗികൾ എന്തു ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കൂ. ഈ കഥ കേട്ട് ഞാൻ ആലോചനയിൽ മുഴുകി. ശാസ്ത്രം ഇതിനെ അംഗീകരിക്കുമോ? അല്ലെങ്കിൽ ഇതിപ്പോഴും അനാവൃതമായ ഒരു രഹസ്യമാണോ? ബ്രഹ്മ തുടർന്നു, യോഗ വഴി നേടാവുന്ന മറ്റസാധാരണ ശേഷികളുമുണ്ട്. പക്ഷേ അവ നേടാൻ ആവശ്യമായ ത്യാഗം ചെയ്യാൻ ഇന്നെത്ര പേർ തയ്യാറാണ്? ഞാൻ മറുപടി നൽകി, സാധാരണ ജീവിതം നയിക്കുന്ന ആളുകൾക്ക് ഇതിനുള്ള സമയമെവിടെയാണ്? അദ്ദേഹം ചിരിച്ചു. അതുകൊണ്ടാണ് ഈ മാർഗം കുറച്ചാളുകൾക്കായി മാത്രം. അതുകൊണ്ടുതന്നെ ഗുരുക്കന്മാർ ഇതിനെ രഹസ്യമായി സൂക്ഷിച്ചു. ഗുരുക്കന്മാർ ശിഷ്യരെ തേടാറില്ല. ശിഷ്യരാണ് ഗുരുക്കന്മാരെ തേടേണ്ടത്. അടുത്ത കൂടിക്കാഴ്ചയിൽ ബ്രഹ്മ തന്നെ എന്റെ വസതിയിലേക്ക് വന്നു. അതൊരു ശാന്തമായ സന്ധ്യാസമയമായിരുന്നു. കുറച്ചു സമയം സംസാരിച്ചതിനു ശേഷം ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. ഭക്ഷണത്തിനു ശേഷം ചെറിയൊരു വിശ്രമമെടുത്ത് പൂർണ്ണചന്ദ്രന്റെ പ്രകാശത്തിൽ കുളിച്ച വരാന്തയിലേക്ക് നടന്നു. ഞാനൊരു കസേരയിലിരുന്നപ്പോൾ ബ്രഹ്മ പതിവ് പോലെ നിലത്തിരുന്ന് വിശ്രമിക്കുകയായിരുന്നു. ചില നിമിഷങ്ങൾ നിശബ്ദമായി ചന്ദ്രപ്രകാശത്തെ ആസ്വദിച്ചു. എന്നാൽ മുൻപുണ്ടായ അത്ഭുതാനുഭവങ്ങൾ എന്റെ മനസ്സിൽ ഇപ്പോഴും തെളിഞ്ഞു നിന്നിരുന്നു. അതുകൊണ്ടുതന്നെയാണ് ഞാൻ വീണ്ടും ആ വിഷയം തുറന്നു പറഞ്ഞത്. മരണത്തെ വെല്ലുവിളിക്കുന്ന ആളുകളെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞത് അതെങ്ങനെ സാധ്യമാണ്? ഞാൻ ചോദിച്ചു. ബ്രഹ്മ തന്റെ പതിവ് ചോദ്യവുമായി മറുപടി നൽകി. എന്തുകൊണ്ട് സാധ്യമല്ല? അദ്ദേഹം തുടർന്നു. തെക്കൻ ഇന്ത്യയിലെ നീലഗിരി മലനിരകളിൽ നമ്മുടെ യോഗമാർഗത്തിൽ പ്രാവീണ്യം നേടിയ ഒരാൾ ഗുഹകളിൽ വസിക്കുന്നു. അവൻ ആശ്രമം വിട്ടു പുറത്തേക്ക് വരുന്നില്ല. അതുപോലെ ഹിമാലയത്തിലെ ഒരു ഗുഹയിൽ മറ്റൊരാൾ കഴിയുന്നുവെന്നും പരമ്പരാഗതമായി പറയപ്പെടുന്നു. ഇവരെ സാധാരണ മനുഷ്യർക്ക് കാണാൻ കഴിയില്ല. അവർ ലോകത്തെ ഉപേക്ഷിച്ചവരാണ്. പക്ഷേ അവരുടെ ആയുസ് 100 കണക്കിന് വർഷങ്ങളായി നീണ്ടുവെന്നാണ് നമ്മുടെ പാരമ്പര്യവിശ്വാസം. ഞാൻ സംശയത്തോടെ ചോദിച്ചു, നിങ്ങളിതെല്ലാം ശരിയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ബ്രഹ്മ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, എനിക്ക് സംശയമില്ല. എന്റെ സ്വന്തം ഗുരുവാണ് അതിൻ്റെ ഉദാഹരണം. ഇത് കേട്ടപ്പോൾ ഏറെക്കാലമായി എന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നൊരു ചോദ്യത്തിന് ഞാൻ വാക്കു നൽകി. ബ്രഹ്മ, നിങ്ങളുടെ ഗുരു ആരാണ്? അദ്ദേഹം കുറച്ചു നിമിഷം മിണ്ടാതിരുന്നു. പിന്നെ ശാന്തമായി പറഞ്ഞു, തെക്കൻ ഇന്ത്യയിൽ അദ്ദേഹത്തെ ഇരുമ്പുസ്വാമി എന്ന് വിളിക്കുന്നു. അത് വളരെ വിചിത്രമായ പേരല്ലേ? ഞാൻ ചോദിച്ചു. ബ്രഹ്മ ചിരിച്ചുകൊണ്ട് വിശദീകരിച്ചു. അദ്ദേഹം എപ്പോഴും അരിപൊടി കൊണ്ടു നടക്കുകയും എവിടെയായാലും ഇരുമ്പുകൾക്ക് ഭക്ഷണം നൽകുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ആ പേര്. എന്നാൽ ഉത്തരേന്ത്യയിലും ഹിമാലയ പ്രദേശങ്ങളിലും അദ്ദേഹം മറ്റൊരു പേരിലാണ് അറിയപ്പെടുന്നത്. ഞാൻ ചോദിച്ചു, അദ്ദേഹം നിങ്ങളുടെ യോഗമാർഗത്തിൽ പൂർണ്ണത കൈവരിച്ചയാളാണോ? ബ്രഹ്മ പറഞ്ഞു, അതെ. ഞാൻ വീണ്ടും ചോദിച്ചു, അദ്ദേഹത്തിന്റെ വയസ്സ്? ബ്രഹ്മ ശാന്തമായി പറഞ്ഞു, 4 നൂറ്റാണ്ടിലധികം ജീവിച്ചിരിക്കാം. എനിക്ക് ഞെട്ടലുണ്ടായി. അദ്ദേഹം തുടർന്നു, മുഗൾ സാമ്രാജ്യകാലത്തെ സംഭവങ്ങൾ അദ്ദേഹം നേരിട്ട് വിവരിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് വ്യാപാരികൾ ഇന്ത്യയിൽ ആദ്യമായി എത്തിയ കാലഘട്ടത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്റെ മനസ്സ് ഇതൊന്നും എളുപ്പത്തിൽ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. കുറച്ചു നിമിഷങ്ങൾക്കു ശേഷം ബ്രഹ്മ വീണ്ടും സംസാരിച്ചു. അദ്ദേഹം നേപ്പാളിലെ ഒരു മഹാരാജാവിന്റെ ആത്മീയ ഉപദേശകനായിരുന്നു. ഹിമാലയ ഗ്രാമങ്ങളിലെ ആളുകൾ അദ്ദേഹത്തെ ദൈവമായി ആദരിക്കുന്നു. എന്നാൽ അദ്ദേഹം വളരെ ലളിതനാണ്. ജാതി വ്യത്യാസങ്ങളൊന്നും അദ്ദേഹം അംഗീകരിക്കുന്നില്ല. ഞാൻ വീണ്ടും ചോദിച്ചു, ഒരു മനുഷ്യന് ഇത്രയും കാലം ജീവിക്കാൻ എങ്ങനെ കഴിയും? ബ്രഹ്മ ദൂരെയോട്ട് നോക്കി പറഞ്ഞു, 3 മാർഗങ്ങളുണ്ട്. ഒന്നാമത്തേത്, ശരീരനിയന്ത്രണ യോഗത്തിലെ എല്ലാ അഭ്യാസങ്ങളും പൂർണ്ണമായി അഭ്യസിക്കുക. ശ്വാസം
ശരീരഭംഗി, മാനസിക നിയന്ത്രണം എന്നിവയിൽ പരിപൂർണത നേടണം. രണ്ടാമത്തേത്, അപൂർവമായ ഔഷധസസ്യങ്ങൾ. ഈ രഹസ്യം വളരെ കുറച്ചാളുകൾക്കേ അറിയൂ. ഗുരു വിശ്വസ്തനായ ശിഷ്യന് മാത്രമാണിത് നൽകുന്നത്. മൂന്നാമത്തെ മാർഗം. അദ്ദേഹം പെട്ടെന്ന് നിശ്ശബ്ദനായി. ആ ചന്ദ്രപ്രകാശം നിറഞ്ഞ ആ രാത്രിയിൽ ആ നിശ്ശബ്ദത തന്നെ ഒരു ഗൂഢസന്ദേശമായി തോന്നി. നിങ്ങൾ വിശദമായി പറയാൻ ശ്രമിക്കില്ലേ? ഞാൻ ചോദിച്ചു. ബ്രഹ്മ കുറച്ചുനേരം മൗനമായി നിന്നു. ഞാൻ പറയുന്നതിനെ നിങ്ങൾ പരിഹസിക്കുമോ എന്നൊരു സംശയമുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ഉറപ്പു നൽകി, അങ്ങനെയൊന്നും ഉണ്ടാകില്ല. നിങ്ങളുടെ അനുഭവങ്ങളെ ഞാൻ ആദരവോടെ കേൾക്കും. അദ്ദേഹം ഒന്ന് ചിരിച്ചു, എന്നിട്ട് പറഞ്ഞു തുടങ്ങി. മനുഷ്യന്റെ തലച്ചോറിനുള്ളിൽ വളരെ ചെറുതായ ഒരിടമുണ്ടെന്ന് നമ്മുടെ ഗുരുക്കന്മാർ പറയുന്നു. ആ ഇടത്തിലാണ് ആത്മാവ് വസിക്കുന്നത്. അതിനെ സംരക്ഷിക്കുന്ന ഒരു വാതിൽ പോലുള്ള സംവിധാനവുമുണ്ടെന്ന് അവർ പഠിപ്പിക്കുന്നു. മുതുകിന്റെ അടിഭാഗത്തിൽ ഒരു സൂക്ഷ്മ ജീവശക്തി ഉത്ഭവിക്കുന്നു. ഈ ജീവശക്തിയാണ് മനുഷ്യന്റെ ജീവന്റെ അടിസ്ഥാനം. അത് നിരന്തരം നഷ്ടപ്പെടുന്നതിനാലാണ് ശരീരം വൃദ്ധാവസ്ഥയിലേക്ക് പോകുന്നത്. എന്നാൽ യോഗാഭ്യാസങ്ങളിലൂടെ ഈ ശക്തിയെ നിയന്ത്രിക്കാൻ കഴിയുമ്പോൾ ശരീരത്തിന് പുതുജീവൻ ലഭിക്കുകയും ആയുസ് നീളുകയും ചെയ്യുമെന്നവർ പറയുന്നു. ബ്രഹ്മ തുടർന്നു. സ്വയം പൂർണ്ണമായി കീഴടക്കിയ ഒരാൾക്ക് ഈ ശക്തിയെ ക്രമേണ നിയന്ത്രിക്കാം. പ്രത്യേക അഭ്യാസങ്ങളിലൂടെ അത് മേരുദണ്ഡം വഴി ഉയർത്തി തലച്ചോറിലേക്ക് കൊണ്ടുപോകാം. എന്നാൽ ഒരു മഹാഗുരുവിന്റെ സഹായമില്ലാതെ ഈ ഘട്ടത്തിൽ മുന്നേറുന്നത് അപകടകരമാണ്. ഗുരുവിന്റെ അനുഗ്രഹത്തോടെ ഈ ജീവശക്തി തലച്ചോറിലെ ആ കേന്ദ്രത്തിലേക്കെത്തുമ്പോൾ അത് അമൃതമായി മാറുമെന്ന് നമ്മുടെ പരമ്പരാഗതം പറയുന്നു. ഇത് വളരെ പ്രയാസമുള്ളതും അപകടകരവുമായ മാർഗമാണ്. എന്നാൽ വിജയിക്കുന്നവന് അദ്ഭുതകരമായ ശക്തികൾ ലഭിക്കും. ഞാൻ അതിശയത്തോടെ ചോദിച്ചു, അതെന്തൊക്കെയാണ്? അദ്ദേഹം മറുപടി നൽകി. അത്തരമൊരാൾക്ക് തന്റെ ശരീരത്തെ മരണസദൃശ്യമായൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. അതുകൊണ്ട് യഥാർത്ഥ മരണം വരുമ്പോൾ പോലും അവൻ അതിനെ ജയിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെയുള്ള ഒരാൾക്ക് തന്റെ മരണസമയവും സ്വയം തിരഞ്ഞെടുക്കാം. പുറമേ നോക്കുമ്പോൾ അത് സ്വാഭാവിക മരണമെന്ന് തോന്നും. ഈ 3 മാർഗങ്ങളും കൈവശമുള്ളവർ നൂറുകണക്കിന് വർഷങ്ങൾ ജീവിക്കാമെന്നാണ് നമ്മുടെ ഗുരുക്കന്മാർ പഠിപ്പിച്ചത്. അദ്ദേഹം നിശബ്ദനായി. ഞാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് നന്ദി പറഞ്ഞു. എന്നാൽ മനസ്സിൽ സംശയങ്ങൾ നിറഞ്ഞിരുന്നു. ശാസ്ത്രലോകം ഇത്തരത്തിലുള്ള ജീവശക്തിയെയും അമൃതത്തെയും അംഗീകരിച്ചിട്ടില്ല. ഇവ പുരാതന കഥകളോ വിശ്വാസങ്ങളോ ആകാമോ? എന്നാൽ ബ്രഹ്മ കാണിച്ച ശ്വാസനിയന്ത്രണവും രക്തസഞ്ചാര നിയന്ത്രണവും എന്നെ ചിന്തിപ്പിച്ചു. യോഗത്തിൽ ചില അത്ഭുതശേഷികളുണ്ടെന്നത് എനിക്ക് നിഷേധിക്കാൻ കഴിഞ്ഞില്ല. എന്റെ ചിന്തകളെ മനസ്സിലാക്കിയ പോലെ ബ്രഹ്മ വീണ്ടും പറഞ്ഞു, മരണത്തിന് സമീപമെത്തിയവർക്ക് ഇത്തരം ശക്തികൾ വളരെ ആഗ്രഹകരമായിരിക്കും. പക്ഷേ ഈ മാർഗം അപകടങ്ങൾ നിറഞ്ഞതാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഗുരുക്കന്മാർ ഈ വിദ്യകളെ വജ്രങ്ങൾ പോലെ സംരക്ഷിക്കണമെന്ന് ഉപദേശിക്കുന്നത്. ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ രഹസ്യങ്ങൾ എനിക്ക് പഠിപ്പിക്കില്ലേ? അദ്ദേഹം സ്നേഹത്തോടെ ചിരിച്ചു. നടക്കാൻ പഠിക്കാതെ ഓടാൻ ശ്രമിക്കരുത്. ആദ്യം അടിസ്ഥാനങ്ങൾ പഠിക്കണം. ഞാൻ അവസാനമായി ചോദിച്ചു, നിങ്ങളുടെ ഗുരു ഇപ്പോൾ എവിടെയാണ്? ബ്രഹ്മ മറുപടി നൽകി, നേപ്പാളിലെ മലനിരകളിലെ ഒരു ക്ഷേത്രത്തിൽ അദ്ദേഹം ഏകാന്തതയിൽ കഴിയുന്നു. അദ്ദേഹം വീണ്ടും ഇവിടെ വരുമോ? അതാർക്കും പ്രവചിക്കാൻ കഴിയില്ല. വർഷങ്ങളോളം അവിടെ തുടരാം, അല്ലെങ്കിൽ വീണ്ടും യാത്ര തുടങ്ങാം. നേപ്പാളിലാണ് നമ്മുടെ യോഗ പരമ്പര കൂടുതൽ വളർന്നത്. ഞങ്ങളുടെ മാർഗം തന്ത്രയിലൂന്നിയതാണ്. അതിനാൽ അവിടെ അത് കൂടുതൽ മനസ്സിലാക്കപ്പെടുന്നു. അദ്ദേഹം വീണ്ടും മൗനത്തിലേക്ക് മടങ്ങി. ആ രാത്രിയിൽ ഞാൻ ആലോചിച്ചു, ഇവയെല്ലാം സത്യമായാൽ മനുഷ്യജീവിതത്തിന്റെ ഭാവി എത്ര അത്ഭുതകരമായിരിക്കും. വാർദ്ധക്യവും മരണവും കീഴടക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടം മനുഷ്യരെ കാത്തിരിക്കുകയാണോ? എന്റെ പേനയെ വേഗത്തിലാക്കാതെ പോയാൽ ഈ അധ്യായം ഒരിക്കലും അവസാനിക്കില്ലെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് യോഗിയായ ബ്രഹ്മയുമായുണ്ടായ അവസാനത്തെ ഓർമ്മപ്പെടുത്തുന്ന നിമിഷങ്ങൾ ഞാനിവിടെ പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്നു. ഇന്ത്യയിലെ സന്ധ്യ വേഗത്തിൽ രാത്രിയിലേക്ക് മാറുന്നു.
യൂറോപ്പിലെ പോലെ നീണ്ട സന്ധ്യകളില്ല. ഇരുട്ടു വീഴാൻ തുടങ്ങിയപ്പോൾ ബ്രഹ്മ തന്റെ കുടിലിൽ ഒരെണ്ണ വിളക്ക് തെളിച്ച് മുകളിൽ തൂക്കി. ഞങ്ങൾ വീണ്ടും സംസാരിക്കാനിരുന്നു. ബ്രഹ്മയുടെ ബന്ധുകൂടിയായ വിധവ ശാന്തമായി പുറത്തേക്ക് പോയി. ഇപ്പോൾ ഞാനും ബ്രഹ്മയും നമ്മുടെ സംഭാഷണം വിവർത്തനം ചെയ്യുന്ന യുവവിദ്യാർത്ഥിയും മാത്രം അവിടെ. ധൂപത്തിന്റെ സുഗന്ധം ആ ചെറിയ മുറിയെ ഒരാത്മീയ അന്തരീക്ഷത്തിൽ മുക്കി. എന്നാൽ എന്റെ മനസ്സിൽ വേർപിരിയലിന്റെ വിഷാദം നിറഞ്ഞിരുന്നു. ബ്രഹ്മയോട് എന്റെ ഹൃദയത്തിലെ വികാരങ്ങൾ തുറന്നു പറയാൻ കഴിയാതെ ഞാൻ അലയുകയായിരുന്നു. ബ്രഹ്മ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയാണോ എന്നറിയില്ല. പക്ഷേ അദ്ദേഹം തന്റെ ഏകാന്ത ജീവിതത്തിലേക്ക് എന്നെ സ്വാഗതം ചെയ്ത സ്നേഹം ഞാൻ മറക്കാൻ കഴിഞ്ഞില്ല. ഇന്നവസാനമായി അവന്റെ ആഴത്തിലുള്ള രഹസ്യങ്ങളെ അറിയാൻ ഞാൻ ശ്രമിച്ചു. നിങ്ങൾ നഗരജീവിതം ഉപേക്ഷിച്ച് മലകളിലോ കാട്ടിലോ വർഷങ്ങളോളം ഒറ്റയ്ക്ക് ജീവിക്കാൻ തയ്യാറാണോ? ബ്രഹ്മ ചോദിച്ചു. ഞാൻ ചിന്തിച്ചു. ഇപ്പോഴതിന് ഞാൻ തയ്യാറല്ല, ഞാൻ മറുപടി നൽകി. അവൻ ശാന്തമായി പറഞ്ഞു, അപ്പോൾ എനിക്ക് നിങ്ങളെ കൂടുതൽ പഠിപ്പിക്കാൻ കഴിയില്ല. ഈ യോഗമാർഗം വിനോദത്തിനല്ല. എനിക്ക് വ്യക്തമായി മനസ്സിലായി, ഈ കഠിനമായ പരിശീലനം എനിക്കായല്ല. എന്നാൽ എന്റെ ഹൃദയത്തിൽ മറ്റൊരു ചോദ്യമുണ്ടായിരുന്നു. ബ്രഹ്മ, ഈ ശക്തികൾ അത്ഭുതകരമാണ്, പക്ഷേ ഇവ സ്ഥിരമായ സന്തോഷം നൽകുമോ? യോഗയിൽ ഇതിലും അപ്പുറം എന്തെങ്കിലുമുണ്ടോ? ബ്രഹ്മ പറഞ്ഞു, ശരീരനിയന്ത്രണത്തിന് ശേഷം മനസ്സിന്റെ നിയന്ത്രണമാണ് പ്രധാനമെന്ന് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നു. ശരീരം നിയന്ത്രിക്കുന്നത് ആത്മീയ മുന്നേറ്റത്തിന്റെ ഒരു പടിയാണ്. ബ്രഹ്മ തുടർന്നു, മനസ്സിനെ സ്ഥിരമായ പ്രകാശമാക്കുക, തുടർന്ന് ആ പ്രകാശം ആത്മാവിലേക്ക് തിരിക്കുക. അതാണ് യഥാർത്ഥ യോഗം. എങ്ങനെ തുടങ്ങാം? ഞാൻ ചോദിച്ചു. ഒരു ഗുരുവിനെ കണ്ടെത്തണം, ബ്രഹ്മ പറഞ്ഞു. എവിടെ? ബ്രഹ്മ ചിരിച്ചു. ഭക്ഷണം വേണ്ടവൻ അന്വേഷിക്കും, പക്ഷെ വിശക്കുന്നവൻ ഭ്രാന്തനായ പോലെ അന്വേഷിക്കും. അങ്ങനെ തിരയുന്നവൻ ഗുരുവിനെ കണ്ടെത്തും. അവൻ പറഞ്ഞു, പുസ്തകങ്ങൾ മാത്രം മതിയാവില്ല. ഗുരുവെന്നത് അന്ധകാരം നീക്കുന്നവനെന്നാണർത്ഥം. ബ്രഹ്മ തന്റെ പേപ്പറുകളിൽ നിന്ന് ഒരു പ്രത്യേക രേഖ എനിക്ക് നൽകി. അതിൽ ചിഹ്നങ്ങളും തമിഴ് എഴുത്തുകളുമുണ്ടായിരുന്നു. ഇതുറങ്ങുന്നതിന് മുമ്പ് നോക്കൂ, നമുക്ക് സ്വപ്നത്തിൽ കൂടിക്കാഴ്ച നടത്താം, ബ്രഹ്മ പറഞ്ഞു. പിന്നീട് ഞാൻ യാത്രയുടെ കാര്യങ്ങൾ പറഞ്ഞു. ബ്രഹ്മ പറഞ്ഞു, വിധി നമ്മെ വീണ്ടും കൂടിക്കാഴ്ച നടത്തും. ബ്രഹ്മ പറഞ്ഞു, താൻ ഉടൻ തഞ്ചാവൂർ ജില്ലയിലേക്ക് പോകുമെന്ന്. അപ്പോൾ ബ്രഹ്മ ശബ്ദം താഴ്ത്തിക്കൊണ്ടു പറഞ്ഞു, ഇന്നലെ രാത്രി എന്റെ ഗുരു ദർശനമായി വന്നു. അദ്ദേഹം നിങ്ങളെക്കുറിച്ച് പറഞ്ഞു. നിങ്ങൾ മുൻ ജന്മത്തിൽ യോഗം അഭ്യസിച്ചവനാണ്. ഉടൻ ഒരു ഗുരുവിനെ നിങ്ങൾ കാണും. അപ്പോൾ ആത്മജ്ഞാനം ലഭിക്കും. ഞാൻ അതിശയിച്ചു. നിങ്ങളുടെ ഗുരു നേപ്പാളിലല്ലേ? അവിടെ തന്നെയാണ്, അവൻ ചിരിച്ചു. അദ്ദേഹത്തിന്റെ ചിന്തകൾ എനിക്കെത്തുന്നു. ഞങ്ങൾ അവസാനമായി ചന്ദ്രപ്രകാശത്തിൽ നടന്നു. വിടവാങ്ങുമ്പോൾ അവൻ തന്റെ വിരലിൽ നിന്നൊരു സ്വർണ്ണ മോതിരം എനിക്ക് നൽകി. ഇത് ധരിക്കുക, ഇത് ആത്മീയ പുരോഗതിക്ക് സഹായിക്കും, ബ്രഹ്മ പറഞ്ഞു. ഞാൻ ആശ്ചര്യപ്പെട്ടു. എന്നാൽ ബ്രഹ്മയുടെ ആത്മവിശ്വാസം എന്നെ ഹൃദയത്തിൽ തൊട്ടു. ഞങ്ങൾ വേർപെട്ടു. ഞാൻ നടന്നു. മനസ്സിൽ വിശ്വാസവും സംശയവും പോരാടി. രാത്രി ഏറെ കഴിഞ്ഞിരുന്നു. ആകാശത്ത് വെളിച്ചം പകരുന്ന നക്ഷത്രങ്ങൾ, നിശബ്ദത, ചന്ദ്രപ്രകാശത്തിൽ പനമരങ്ങൾ, വെളിച്ചം പോലെ നൃത്തം ചെയ്യുന്ന ജ്വാലകൾ. ആ അത്ഭുതമായ നിമിഷങ്ങൾ എന്റെ ജീവിതത്തിൽ എന്നും ഓർത്തുകൊണ്ടിരിക്കും. ഓരോന്ന് ആലോചിച്ച് നടന്ന് വീട്ടിലെത്തി. പുലർച്ചയോടെയാണ് ഞാൻ ഉറങ്ങിയത്, ആത്മീയ ചിന്തകളുടെ തിരമാലകളോടെ. പുണ്യാത്മാക്കളെ, ഈ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ ആത്മീയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണാം.